എന്താ ഉണ്ണി? ശരൺ കോപ്പി അടിക്കുവോ സർ? എന്താ ശരൺ? ഇല്ല സാർ, ഞാൻ കോപ്പിയൊന്നും അടിച്ചില്ല സാർ. എവിടെ, ഒന്ന് കാണിച്ചേ. നിങ്ങളൊക്കെ ഇരുന്ന് എഴുതിയേ. Get up. കോപ്പി അടിക്കുന്ന കാര്യം തെറ്റാണെന്ന് നിനക്കറിയില്ലേ? ഈ എക്സാമിൽ നിന്നെ ഞാൻ ഫെയിൽ ആക്കിയിരിക്കും. പുറത്തു പോ. സോറി സാർ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല സാർ. പ്ലീസ് സാർ. പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്നതിന്റെ നിന്റെ പാരന്റ്സിനെ കൂട്ടിക്കൊണ്ടുവരണം. നൗ യു ക്യാൻ ഗോ ടു ദ ക്ലാസ്. ഡാ ഉണ്ണി, ഞാൻ കോപ്പി അടിച്ചത് കാണിച്ചു കൊടുത്തു അല്ലേ? നിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഇപ്പൊ കാണിച്ചു തരാം. സാർ, എക്സാമിന് ഹയസ്റ്റ് മാർക്ക് വാങ്ങുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കൂന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ നീ ആ ചാൻസ് മിസ്സാക്കി കളഞ്ഞു. സോറി സാർ, ആ ഷീൽഡ് ഇവിടെ കാണാനില്ല. അതെ, ട്രോഫിയോടെ. സാർ, ഫസ്റ്റ് പീരീഡിൽ ഉണ്ണി ആ ഷീൽഡ് എടുത്ത് അവന്റെ ബാഗിൽ വെക്കുന്നത് ഞാൻ കണ്ടു സാർ. ഇല്ല സർ, ഞാൻ എടുത്തിട്ടില്ല. വേണമെങ്കിൽ സാർ ഉണ്ണിയുടെ ബാഗ് പരിശോധിക്കൂ സാർ. ഉണ്ണി, നിന്റെ ബാഗ് ഒന്ന് തുറന്ന് കാണിച്ചേ. ഉണ്ണി, ഇതെന്താ? ഈ ട്രോഫി എങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. നീ തന്നെ ഷീൽഡ് മോഷ്ടിച്ചിട്ട് സാറിനോട് കള്ളം പറയണേ ഉണ്ണി. നല്ല മാർക്ക് വാങ്ങി ട്രോഫി നേടുന്നതിന് പകരം ഇങ്ങനെ മോഷ്ടിച്ചാൽ എങ്ങനെ ഉണ്ണി? പ്രോമിസ് സർ, സത്യമായിട്ട് ഈ ട്രോഫി എങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് എനിക്ക് അറിയില്ല സർ. ഉണ്ണിയാ സാർ മോഷ്ടിച്ചത്. അവൻ ഷീൽഡ് മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കള്ളം പറയാ സാർ. നേരത്തെ ഇവൻ കോപ്പി അടിച്ചത് ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ, അതുകൊണ്ടാവും എന്നോട് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നത്. നോക്കിക്കോ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സത്യമായിട്ട് ഈ ട്രോഫി എടുത്തിട്ടില്ല സർ. എനിക്കൊരു 1 അവർ സമയം തന്ന ആരാ ഇത് എടുത്തെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യ്. താങ്ക് യു സർ. എടുത്തോ. ഇപ്പൊ എനിക്കും ആന്റിക്കും തീറ്റയെന്ന ജോലി മാത്രമേ ഉള്ളൂ. കഴിച്ചു കഴിച്ച് ഞാനും ആന്റിയെ പോലെ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ അത്രയ്ക്ക് ഗുണ്ടുമണിയൊന്നും അല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വാസു ശരിക്കും ക്ഷീണിച്ച് തലകറങ്ങി വീണതാണോ അതോ വേറെന്തെങ്കിലും കാരണം കാണോ? ഈ കാര്യം നിങ്ങൾ ഡോക്ടറിനോട് ചോദിക്കണമായിരുന്നു. ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് എന്ത് പ്രയോജനം? ഡോക്ടറോട് ചോദിക്കാന്നാ ഞാൻ കരുതിയത്. അഭി നിന്നോണ്ടാ പേടിച്ച് ചോദിക്കായിരുന്നേ. മോം,
ബേബി? ഫൈൻ മോം. ഡാഡിക്ക് എങ്ങനെയുണ്ട്? ഗുഡ്. സുഖാണോ സിസ്റ്റർ? ഫൈൻ സിസ്റ്റർ. എന്റെ ബേബിയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? അത് ബേബി തന്നെ പറയണം. നമസ്കാരം ചേച്ചി. നമസ്കാരം ചേച്ചി. കുറെ നേരമായോ വന്നിട്ട്? ഇപ്പൊ വന്നതേ ഉള്ളൂ. കാർത്തിക പ്രഗ്നന്റ് ആയിരിക്കല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മളാന്നാ കരുതിയേ, പക്ഷെ നിന്റെ അമ്മ നമ്മളെക്കാളും നന്നായി അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ സ്വാമിജിയെ കൊണ്ട് നമ്മളെ സേഫ് ആക്കിയത്. ചേട്ടൻ വന്നില്ലേ? അദ്ദേഹത്തിന് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് വന്നില്ല. ഡോക്ടർ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴേ ഞാൻ കണ്ണു തുറന്നത് നന്നായി ചേച്ചി. അല്ലായിരുന്നെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എല്ലാവരും ഇപ്പൊ അറിയുമായിരുന്നു. പിന്നെ അത് വലിയ പ്രശ്നമായേനെ. അതെ വസു, ഞാനും അത് പേടിച്ചു. ദൈവം സഹായിച്ച സത്യം പുറത്തറിഞ്ഞില്ല. എപ്പോ വന്നു ചെറിയമ്മേ? സുഖാണോ ചെറിയമ്മേ? എനിക്ക് സുഖം തന്നെയാ. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾക്ക് സുഖാണ്. എടി വസു, അന്ന് നീ എന്നെ അപമാനിച്ചില്ലേ? ഇന്ന് ഞാൻ നിന്നെ എങ്ങനെയാ അപമാനിക്കുന്നതെന്ന് കണ്ടോളൂ. പകരം വീട്ടുന്നത് എങ്ങനെയാണെന്ന്. ആ വസു, കാർത്തിക കൺസീവ് ആണെന്ന് നിനക്കറിയില്ലേ? അറിയാം ചെറിയമ്മേ, ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് പറ്റി ചേച്ചി? എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? കാർത്തികയെ വസു നന്നായിട്ട് നോക്കണമല്ലോ. ദേ നോക്ക്, എന്റെ ബേബിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോണം. അവൾ എന്ത് ചോദിച്ചാലും കൊടുക്കണം. ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇവള് ഛർദിച്ചാ നീ അത് ക്ലീൻ ചെയ്യണം. അടുത്ത് തന്നെ ഇരുന്ന് ഒരു ജോലിക്കാരിയെ പോലെ അവളെ നോക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ജോലിക്കാരിയെ പോലെ ജോലി ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യാൻ ചെറിയമ്മേ. കാർത്തിക നിങ്ങൾക്ക് മകളാണെങ്കിൽ അവൾ എന്റെ സഹോദരിയാ. കാർത്തികയ്ക്ക് ഇവിടെ ഒരു കുറവും വരുത്തിയിട്ടില്ല ചെറിയമ്മേ. അക്കാര്യം എനിക്ക് ഇപ്പൊ അറിയണം. വസു, കാർത്തികയ്ക്ക് ജ്യൂസ് കൊണ്ടുവരൂ. ശരി ചെറിയമ്മേ. നിൽക്ക് വസു. ചേച്ചിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ല. വസു ഈ വീട്ടിലെ ജോലിക്കാരിയല്ല. ഇതെന്റെ വീട്. വസു എന്റെ മരുമകളാ. അങ്ങനെയല്ല ചേച്ചി. ഈ വീട്ടില് ഭാവനയുടെയും കാർത്തികയുടെയും സ്ഥാനം എന്താണോ അത് തന്നെയാ വസുവിനും ഉള്ളത്. 3 മരുമക്കളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, യാതൊരു വേർതിരിവുമില്ല. എനിക്ക് 3 പേരും ഒരുപോലെയാ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ വലുതാണെങ്കിൽ എനിക്ക് എന്റെ മരുമകളും വലുതാ.
അത് പിന്നെ കാർത്തിക ഗർഭിണിയാണല്ലോ. ഹും, ആ കാര്യം ഞങ്ങൾക്കും അറിയാം. നിങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ കാർത്തികയെ ഞങ്ങൾ വളരെ നന്നായി നോക്കിയിരുന്നു. കാർത്തികയെ പരിചരിക്കാൻ ആജ്ഞാപിക്കാൻ നിങ്ങൾ ആരാ? വസുവിനോട് ഓർഡർ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? അത് മാത്രമല്ല, വസുവിനോട് അവളെ ഒരു ജോലിക്കാരിയെ പോലെ പരിചരിക്കാനാ പറയുന്നത്. നിങ്ങളുടെ കണ്ണിൽ വസുവിന്റെ സ്ഥാനം എന്താ? അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്ന് കരുതിയിട്ടാണോ? അവള് എന്റെ മരുമകളാ. അറിയാതെ പറഞ്ഞു പോയായിരിക്കും എടുത്തി, വിട്ടേക്ക്. ഇനി ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയേണ്ടി വന്നത്. കാർത്തികയുടെ അമ്മയായതുകൊണ്ട് നിങ്ങൾ അവൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്ക്. അത് മറന്നിട്ട് വസുവിനോട് ജോലി കൽപ്പിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ പറയേണ്ട ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യം വസുവിനില്ല. വസുവിനായാലും ഭാവനയ്ക്കായാലും ആരാർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്റെ മരുമക്കളെ പറ്റി ചീപ്പായിട്ട് സംസാരിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ ബന്ധുവായതുകൊണ്ടാണ് ഇത്ര മര്യാദയായിട്ട് സംസാരിക്കുന്നത്. എന്റെ മരുമക്കളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയാലും ആരെങ്കിലും സംസാരിച്ചാലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ശ്രമിക്കുന്നവർ അതാരായാലും ശരി, ഞാൻ സഹിച്ചെന്ന് വരില്ല, ക്ഷമിക്കുകയുമില്ല. എന്റെ മോമിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണമ്മേ. ഏയ്, ഗർഭിണിയായിരിക്കുന്ന മോളെ കാണാൻ വന്നതല്ലേ ഏട്ടത്തി. ഈ കാര്യം ഇവിടെ വെച്ചങ്ങ് വിടാം. ആ എനിക്ക് ചെറിയമ്മേ, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. തന്ന ബഹുമാനമൊക്കെ മതി. വേറൊന്നും എനിക്ക് വേണ്ട. കാർത്തിക, നിന്റെ മുറിയിലേക്ക് പോകാം. നിക്ക് സിസ്റ്റർ, ഞാനും വരുന്നു. പാവം വല്ലപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്. അവർക്ക് വഴക്ക് വാങ്ങിച്ചു കൊടുത്തല്ലോ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ വസു, അമ്മയുടെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന്? എനിക്ക് മാത്രമല്ല ചേച്ചി സ്ഥാനമുള്ളത്, നമ്മളെ 3 പേർക്കും ഉണ്ട്. അമ്മ നമ്മളെ 3 പേരെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യമാണ് വസു, അമ്മയ്ക്ക് നമ്മൾ അത്ര ഇഷ്ടമാണ്. പക്ഷേ അതെപ്പോഴും ഇതുപോലെ പുറത്തു കാണിക്കാറില്ല. എന്താ ഉണ്ണി കുടം കൊണ്ടുവന്നിരിക്കുന്നേ? ഇതൊരുപാട് പ്രത്യേകതയുള്ള കുടമാണ് സർ. എന്റെ അമ്മയും മുത്തശ്ശിയും ഒരു സ്വാമിജിയുടെ അടുത്ത് പോയപ്പോ വാങ്ങിയിട്ട് വന്നതാ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ കുടത്തില് ഒരു മാജിക് ഉള്ള ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട് സർ. ഒരു തെറ്റും ചെയ്യാത്തവര് ഈ കുടത്തിൽ തൊടുകയാണെങ്കിൽ ഈ പെയിന്റ് അവരുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. പക്ഷെ തെറ്റ് ചെയ്തവർ തൊടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. റിയലി? അതെ മാം. ഈ കുട ഉപയോഗിച്ച്
എന്നാൽ ഞാനാണ് ആ ഷീൽഡ് എടുത്തു വെച്ചതെന്ന് അവർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കള്ളനാവാതിരിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പെയിന്റ് പറ്റിച്ചേ മതിയാവും. ഇപ്പൊ നീ എന്തായാലും പെടും. എന്നെയാണോ കള്ളനാക്കാൻ നോക്കുന്നേ? വാ മോളെ. കുട്ടികളെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈ കാണിച്ചേ. ഒരു മിനിറ്റ് സർ, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതെന്താ ഉണ്ണി? ട്രോഫി ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞു. ആ കുടത്തിൽ അങ്ങനെ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല സർ. എന്താ പറഞ്ഞു വരുന്നേ? അതെ സർ, ട്രോഫി എടുക്കാത്തവര് കുടത്തിൽ തൊടുവാണെങ്കിൽ പെയിന്റ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല. ട്രോഫി എടുത്തവരുടെ കയ്യിൽ മാത്രമേ പെയിന്റ് ഉണ്ടാവൂ. അതെങ്ങനെയാ ഉണ്ണി? കുടത്തിലില്ലാത്ത പെയിന്റ് കയ്യിൽ എങ്ങനെ ആകാനാ? അതെങ്ങനെയാന്ന് വെച്ചാ, ആദ്യം ഞാൻ പറഞ്ഞതനുസരിച്ച് പെയിന്റ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവര് ട്രോഫി എടുത്തിട്ടില്ലെന്ന് തെളിയില്ലേ? അതുകൊണ്ട് ട്രോഫി എടുത്തവൻ ഉറപ്പായിട്ടും കയ്യിൽ മനഃപൂർവ്വം പെയിന്റ് അടിച്ചിട്ടുണ്ടാവും. ഇനി എല്ലാവരോടും അവരുടെ കൈ തുറന്നു കാണിക്കാൻ പറയൂ സർ. എല്ലാരും കൈ കാണിച്ചേ. നിന്റെ കൈയും കാണിക്ക് ശരൺ. കമോൺ ശരൺ, കൈ കാണിക്ക്. കണ്ടില്ലേ സർ, ശരൺ ട്രോഫി എടുത്തിട്ട് എന്റെ ബാഗിൽ കൊണ്ട് വെച്ചതാ. അവൻ എക്സാമിന് കോപ്പി അടിച്ച കാര്യം ഞാൻ സാറിനോട് പറഞ്ഞതുകൊണ്ട് അവൻ എന്നെ കള്ളനാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതായത്. ശരൺ, വാട്ട് ഈസ് ദിസ്? ഉണ്ണി പറയുന്നത് സത്യമാണോ? സത്യമാണ് ടീച്ചർ. ഞങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങളെക്കാൾ ആദ്യം ക്ലാസ് റൂമിലേക്ക് പോയത് ശരണായിരുന്നു. മറ്റുള്ളവരെ ക്ലാസ് റൂമിലേക്ക് വരുന്നതിന് മുമ്പ് ഷീൽഡ് എടുത്ത് എന്റെ ബാഗിലേക്ക് വെച്ച് ടീച്ചേഴ്സിന്റെ വഴക്ക് വാങ്ങി തരാനാ അവൻ നോക്കിയേ. സോറി സാർ, എന്റെ പാരന്റ്സിനോട് ഇത് പറയരുത്. നോ എക്സ്ക്യൂസസ്. ബാഗ് എടുത്തോണ്ട് പുറത്തേക്ക് പോ. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എങ്ങനെ? കുറച്ചെങ്കിലും ഡിസിപ്ലിൻ വേണ്ടേ? ഗോ ഔട്ട്. അല്ല പിന്നെ ഉണ്ണിയോട് അവൻ കളിക്കാൻ നിൽക്കുന്നേ. പോകാൻ. പോടാ. വെരി ഗുഡ് ഉണ്ണി. നിന്നെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നിട്ടും ഞാൻ നിന്നെ സംശയിച്ചു. ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ സർ. അല്ല, ഈ ഐഡിയ നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അമ്മ ഇതുപോലുള്ള കഥകളൊക്കെ പറയുമായിരുന്നു സർ. അങ്ങനെയാ ഞാൻ ശരണിനെ കൊടുക്കിയത്. വണ്ടർഫുൾ. താങ്ക്സ് ടു യുവർ മമ്മി. ആ ശരി, എല്ലാരും ക്ലാസ്സിലേക്ക് പോയേ. പോയേ എല്ലാരും പോയേ. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, മറ്റെന്തൊക്കെയോ നടന്നു. നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അതാ വസുവിന് ഹെൽപ്പായി. സോറി മോം, ഞാൻ കാരണം മോം വഴക്ക് കേട്ടല്ലേ? അല്ല, ആ വസു നിന്റെ അമ്മായിയും തമ്മിൽ ചേരില്ലെന്ന് നീ ഫോണിലൂടെ പറഞ്ഞതല്ലേ? ഇപ്പൊ എന്തിനാ നിന്റെ അമ്മായി ആ വസുവിന് ഫേവറായിട്ട് സംസാരിക്കുന്നത്? ഏട്ടത്തി ഇങ്ങനെയാ സിസ്റ്റർ. എപ്പ എന്താ പറയുന്നെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് എന്റെ ചേട്ടനെ പോലും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. കണ്ടവരുടെ വായിന്നൊക്കെ കേക്കാൻ ഞാനൊരു സാധാരണക്കാരിയൊന്നുമല്ല. വലിയ കോടീശ്വരിയായ അംബികാദേവിയാണ്. എന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സോറി പറയാം സിസ്റ്റർ. ഇവിടെ സംഭവിച്ചൊന്നും മനസ്സിൽ വെച്ചേക്കില്ല സിസ്റ്റർ. ദേ നോക്കു ബേബി, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾക്ക് ഗുണമായിട്ട് വന്നു. നീ പ്രഗ്നന്റ് ആണെന്ന് വീട്ടിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അഖിൽ നിന്നെ വളരെ സ്നേഹത്തോടെയാ നോക്കുന്നത്. ഇതാണ് ബേബി നിന്റെ സമയം.
ഈ ഫേക്ക് പ്രഗ്നൻസി കാരണമാക്കിക്കൊണ്ട് അഖിലിനെ നീ നിന്റെ വശത്താക്കിക്കോളൂ. നീ പറയുന്നതെല്ലാം അനുസരിക്കുന്ന വിധത്തിലാക്കിക്കോ. പിന്നീട് നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കാം മോം. പക്ഷെ അഖിൽ ഞാൻ പറയുന്നത് കേക്കില്ല. അതെ സിസ്റ്റർ, അവൻ ആരുടെ വാക്കും കേക്കില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ ആരായിരുന്നാലും ഉറപ്പായിട്ടും കേൾക്കും. നിങ്ങൾക്ക് എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.